فولد بوجه أخجل قمرا وصرقدا. الله 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 أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. أنت منجينا غدا من شفاعتك الصفا، من لنا مثلك يا سيدي خير النبي. ارتكبت على الخطا غير حصر وعادات، لك أشكو فيه يا سيدي خير النبي. إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي. الشفاعة هب لنا في القيامة مشفقا، وأهلنا إن ضاع يا سيدي خير النبي. الصلاة على النبي كل وقت دائما، لاح نجم في السماء سيدي خير النبي. النبي صلوا عليه صلوات الله عليه، وينال البركات كل من صلى عليه. അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തങ്ങൾ പള്ളിയിലിരുന്ന് സദസ്സിനോട് തഅലീം ചെയ്യുന്നു. ആ സദസ്സിലേക്ക് ഒരു ദൂതൻ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ സൈനബ് അയച്ചതാണ് റളിയല്ലാഹു അൻഹ. സൈനബ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, അവിടുത്തെ പ്രിയപ്പെട്ട പുത്രിയാണ്, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പുത്രി. സൈനബ് അയച്ചതാണ്. എന്താ കാര്യം? സൈനബിന്റെ രോഗിയായി കിടക്കുന്ന കുട്ടിക്ക് രോഗം കലശലായി, രോഗം കൂടുതലായി. ആ കുഞ്ഞ് മരണവേദന പോലെ വേദനിച്ച് പടയുന്നു. അതുകൊണ്ട് തങ്ങളോടൊന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈനബിനെയോ സൈനബിന്റെ പുത്രിയോ മാത്രം പോറ്റി സമൂഹത്തിന്റെ മുമ്പിൽ കുടുംബം പോറ്റിയവരല്ല. മറിച്ച് ഇരിക്കുന്ന നമുക്കൊക്കെ ലോകാവസാനം വരെയും ജീവിതത്തിൽ വ്യക്തവും ഉദാത്തവുമായ മാതൃക പകർന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ കുടുംബജീവിതത്തെയും നമ്മുടെ മാതാപിതാക്കളോടും മക്കളോടുമുള്ള ബന്ധത്തെയും ഒക്കെ നന്നായി വരച്ചു കാട്ടിയ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബക്കളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്, തങ്ങളുടെ കുടുംബാദികളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നല്ല, ഇരിക്കുന്ന നമ്മളെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ പറഞ്ഞു, നീ സൈനബിനോട് പോയി പറയുക, ലില്ലാഹി മാ അഅത വലില്ലാഹി മാ അഖദ്. മോളെ സൈനബേ, അല്ലാഹു തന്നു, തന്നതും അവനാണ്. ഇനി അല്ലാഹു തിരിച്ചെടുത്താൽ മോളെ സൈനബേ അതും അല്ലാഹുവിൻ്റെതാണ്.